ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ തന്നെ കണ്ടുവെക്കുക. കണ്ടിഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ എന്തായാലും പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ ഒരു 4 മണിക്ക് തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്ന് എനിക്ക് വേഗം തന്നെ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമുക്ക് പോകാനുണ്ട് ഒരിടം വരെ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കലാണ്. അപ്പോൾ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും അല്ല, ശരിക്കും ഞാനൊരു മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഞാനും റഫീഖയാണ് പോകുന്നത്. അപ്പോൾ വാവക്കുള്ള ലഞ്ച് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് തന്നെ രാവിലെയും കഴിച്ചോളും. ഒരു 6:30 ആകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 7 മണീൻ്റെ ഉള്ളിൽ തന്നെ ഇറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് മന്തി കുക്കറിലേക്ക് വെച്ചിട്ട് പിന്നെ മാറ്റാൻ ഒക്കെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൂന്തലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേഗം റെഡിയാക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇന്നലെ തന്നെ ക്ലീൻ ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ക്ലീൻ ചെയ്ത് ഞാൻ മസാലയൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുക്കറിലേക്ക് ഇട്ടു, റൈസ് വേവിക്കാൻ വെച്ചു, ഒന്ന് പുകട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്തു. ഇനി ഒരു ചായയും കൂടെ ഉണ്ടാക്കട്ടെ കേട്ടോ. ഒരു ചായ ഇത്രയും സമയമായില്ല. മറ്റേത് നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ ഫ്ലാസ്കിൽ കുറച്ച് ചായ എടുക്കുകയാണ് ചെയ്യുക, എന്നിട്ട് വണ്ടിയിൽ നിന്ന് അങ്ങനെ കുടിച്ചിട്ട് പോവുകയാണ് ചെയ്യുക. പക്ഷേ ഇതിപ്പോൾ ഇത്രയും സമയമായ സ്ഥിതിക്ക് ഇനി ഒരു ഇത് കിട്ടില്ല. അപ്പോൾ ലൈറ്റ് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. സാധാരണ ഡെയിലി വീട്ടിൽ നിന്ന് ചായ കുടിക്കുന്നില്ലെങ്കിലും എനിക്ക് യാത്രയിൽ ചായ കുടിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ വയറൊക്കെ പ്രശ്നമായിരിക്കും, തലവേദന, അങ്ങനത്തെ ഓരോ ശീലങ്ങളാണ് കേട്ടോ. പക്ഷേ അങ്ങനെയൊക്കെ വരും. അതുകൊണ്ട് പുറത്ത് പോയാൽ എനിക്ക് ചായ കുടിക്കണം യാത്രയ്ക്ക് പോകുന്ന സമയത്ത് കേട്ടോ. അപ്പം അത് ഞാൻ മുടക്കലില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കൊണ്ടുവന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ തന്നെ കുടിച്ചിട്ട് പോവുക. അങ്ങനെ ഇപ്പോൾ നമുക്ക് 3 ആൾക്കുള്ള ചായ കുറച്ച് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കിയിട്ടുണ്ട്. ഒരു ലൈറ്റ് മധുരത്തിൽ ചായ എടുത്തിട്ടുണ്ട്. അപ്പോൾ റഫീഖ കുളിച്ച് ഫ്രഷ് ആകുന്നുണ്ട്, പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറേ ദിവസമായിട്ട് ഞാൻ കമൻറ്റിൽ കാണുന്നുണ്ട്, നിങ്ങളിപ്പോൾ തിരൂർ പോലില്ലേ എന്നൊക്കെ ചോദിക്കലുണ്ട് കുറേ പേര്. അപ്പോൾ നമ്മൾ തിരൂരിലേക്ക് തന്നെയാണ് കേട്ടോ ഇന്ന് പോകുന്നത്. അങ്ങനെ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ചയായപ്പോൾ നമ്മൾ തിരൂർ എത്താനായിട്ടുണ്ടേ. ശരിക്കും നല്ല കാണുള്ളൂ. ലാലൂടെ ഒന്ന് പറയും, എവിടെ പോയി? വിഷുവിലൊക്കെ പോയി. ഇതിപ്പോൾ നമ്മൾ ആലത്തിയൂർ പുല്ലൂണി എന്ന് പറഞ്ഞ സ്ഥലത്ത് ലഞ്ച് കഴിക്കാൻ വന്നതാണ് കേട്ടോ. ഇവിടെ നമ്മൾ നല്ല കാളാഞ്ചിയൊക്കെ ബാബു ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷുകൾ കേട്ടോ. അതുപോലെ തന്നെ കൂന്തൾ, അങ്ങനത്തെ എന്താ പറയുക, ഞണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇപ്പം നമ്മൾ വന്നത് കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത മീൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, കാളാഞ്ചി ഞാൻ പറഞ്ഞല്ലോ. അത് ഫ്രൈ ചെയ്തതാണ് നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. വേറൊന്നും വേണ്ട. ഇതിൻ്റെ സൈഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതും ഇതൊക്കെ ഉണ്ട്. സാധാ ലഞ്ചാണ് കേട്ടോ. പക്ഷേ വേറൊന്നിൻ്റെ ആവശ്യമില്ല. ശരിക്കും ഈ ഫിഷാണ് അവിടെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അടിപൊളിയാണ് കേട്ടോ. ഇത് വെർത്താണ് ശരിക്കും. ഇത് ശരിക്കും കുറേ യൂട്യൂബേഴ്സൊക്കെ വീഡിയോ ഇട്ടിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവർ നല്ലതാണെന്ന്, ഇവരെ നാട്ടുകാരല്ലേ, അപ്പോൾ ഇവർ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ വന്ന് നോക്കിയാണ് കേട്ടോ. നമുക്കും ഫിഷൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫ്രഷ് ആയിട്ട്. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് പറയാനില്ല, അത് ഞാൻ കാണിച്ചു തരാം. വയനാട്ടിൽ നിന്ന് ഇവരല്ല ഇപ്പഴ പറയുന്നില്ല.
അപ്പോൾ നമ്മൾ പതിവിലും ഏറെ ഫുഡൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് അതിനെ തൊട്ടപ്പുറത്തായിട്ട് വരുന്നൊരു കായലാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അവിടെ നിന്ന് ഫുഡും കഴിക്കുക, ഈ കായലൊക്കെ കാണാൻ കിടലനായിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളിതാ ബാബുവിൻ്റെ എസ്റ്റേറ്റിൽ വന്നതാണ്. വെറുതെ പറഞ്ഞതാണ് കേട്ടോ. ബാബു വാങ്ങിച്ച പുതിയ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ആ വഴിയാണ് നമ്മൾ വന്നത്. അപ്പോൾ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണേ. നമ്മളെ സ്ഥലം കാണിച്ചു കൊടുക്കണ്ടേ? എന്തിനറിയോ? ഇങ്ങനെ തൈ വെക്കരുത് എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ആരെങ്കിലും വെക്കുവോ? മറ്റേ വരിക്കണ പോലെ. ബട്ടർ ഫ്രൂട്ടും മാവും അല്ലേ? മാറ്റല് നിർബന്ധ, പിന്നെ വേസ്റ്റ് ആവും, നന്നാവൂല. രണ്ട് മാവിനെ അടുത്തടുത്താ. ഇതാ അപ്പുറത്ത് മാവ് വേണ്ടിയത്. നല്ല മാന്തയ്യാ, കുറച്ച് വിട്ട് നല്ല തോട്ടിന്റെ ഇടക്കിലാണ് കഴിക്കും. അവിടെ നമ്മൾ തൈ കാണിച്ചത് അത് അങ്ങനെ വെക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അറിയോ? നമ്മൾ വീടെടുത്ത സമയത്ത് അങ്ങനെയായിരുന്നു കേട്ടോ. തൈ വെച്ചിട്ടുണ്ടായിരുന്നു വരിക്ക്. ശരിക്കും ഇപ്പോൾ ബട്ടർ ഫ്രൂട്ട് നമ്മൾ വെച്ചാൽ ഒരു മാവ് വെക്കണമെങ്കിൽ അതിന് അത്യാവശ്യം അകലം വേണം കേട്ടോ. അത് വളർന്നിട്ടുള്ള ആ ഒരു പിക്ചർ നമ്മൾ മൈൻഡിൽ വരണം. എന്നിട്ട് വേണം അടുത്ത പ്ലാന്റ് കൊണ്ടുപോയി വെക്കാൻ. ഇത് നമ്മൾ ആ വെക്കുന്ന സമയത്ത് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ വെക്കും. പിന്നീട് രണ്ടും നമുക്ക് ഉപകരിക്കൂല, അങ്ങനെയാണ് ഉണ്ടാവുക. എന്നെ കൂട്ടാണ്ട് ഇവര് പോയി. ലാലു ഇതൊക്കെ ഈ വലിയ ചക്കരായല്ലോ. ഇങ്ങോട്ട് നോക്കടാ. സ്റ്റാൻഡേർഡാണ്, സ്റ്റിക്കർ ഒട്ടിച്ചതാണ്. ഞങ്ങളെ വാങ്ങാം. ഇതെന്താ നോക്കിട്ട് സ്പെഷ്യലാ. നിങ്ങൾക്കായിട്ട് ഞാൻ രണ്ടാമത് കണ്ടിട്ട് ഇങ്ങനെ കർക്കിടകല്ലേ. ഒന്ന് തട്ടാ കുറച്ച് ഞാൻ വരട്ടാ. ഇത് തൂക്കുക അവിടെ കുറച്ച് കായ വേണ്ട. ഇത് നമ്മൾ രാത്രിയിൽ ഇറങ്ങിയതാണ് കേട്ടോ. മീനൊക്കെ വാങ്ങാൻ വേണ്ടി തിരൂർ പോയാൽ പിന്നെ മീൻ വാങ്ങാതെ നമ്മൾ തിരിച്ചു വരില്ല കേട്ടോ. കാരണം നല്ല ഫ്രഷ് മീൻ കിട്ടുമല്ലോ. ഇപ്പോൾ പൊതുവേ മീനിന് റേറ്റ് കൂടുതലാണ്, നമ്മളവിടെ കുറച്ചുകൂടി കൂടുതലാണ്. പിന്നെ നമ്മളവിടെ ഫ്രഷ് കിട്ടുകയില്ല. ഇവിടെ എന്ന് പറയുമ്പോൾ ഫ്രഷ് സാധനം, ശരിക്കും ഐസിടാത്ത സാധനമാണ് കേട്ടോ നമ്മൾ വാങ്ങുന്നത്. അതിങ്ങനെ വെള്ളം ഒഴിച്ചാൽ വെള്ളം സൈസ് തോന്നിട്ട് അവർ പറഞ്ഞ പോയിട്ടോ. നീ കേടും നമ്മൾ അറിയില്ല. വെള്ളം അയാള് പറഞ്ഞത്. അങ്ങനെ ഞാൻ വാങ്ങിച്ച മീനെല്ലാം വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. നമ്മൾ ഇന്നിപ്പോൾ രാത്രിയിൽ തന്നെ പോകും കേട്ടോ. അപ്പോൾ നമുക്ക് മത്തി കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു ഷോപ്പിൽ നമ്മൾ മത്തി കണ്ടപ്പോൾ അങ്ങനെ മത്തിയും കൂടെ വാങ്ങുകയാണ് കേട്ടോ. നല്ല മത്തി കേട്ടോ, നല്ല കിടുക്കാച്ചി മത്തി എന്ന് വേണം പറയാൻ. നല്ല തിളക്കം കണ്ടില്ലേ.
അപ്പം നമ്മൾ മഗ്‌രിബൊക്കെ നിസ്കരിച്ചതിന് ശേഷം കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കൂട്ടിയിട്ട് മീനൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ചിലർ ഉറക്കം വരുന്നിട്ട് ആ ഒരു വൈബിലാണ് ഉള്ളത്, ചിലർ നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ പോവാണ് കേട്ടോ. എന്നിട്ട് ഇശാ നിസ്കരിച്ച് ഫുഡും കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങും. പോട്ടോ, അസ്സലാമു അലൈക്കും. പോയി. ഇപ്പം സമയം രാത്രിയിൽ 10 മണിയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഒരു 3 മണിക്കൂറിനുള്ളിൽ, മാക്സിമം 3 മണിക്കൂറിനുള്ളിൽ നമ്മൾ എത്തും, വയനാട്ടിലേക്ക് എത്തും. അപ്പോൾ ഇന്ന് രാത്രിയിൽ തന്നെ പോകുന്നത്. രാത്രി അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാം. ഇത് രാവിലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നാളത്തെ ഒരു ദിവസവും നമുക്ക് അങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചതാണേ. അങ്ങനെ ഇതാ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ സമയം 12:45 കേട്ടോ. 10 മണിക്കാണ് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നത്. രാത്രിയിലായതുകൊണ്ട് വണ്ടിയൊക്കെ കുറവല്ലേ, ബ്ലോക്ക് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി, ഉറക്കം തെളിഞ്ഞു കേട്ടോ. ഇവിടെ വന്നപ്പം റഫീക്ക പിന്നെ ഉറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ റഫീക്ക കളി കാണാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഉറങ്ങി തെളിഞ്ഞത് കൊണ്ട് എനിക്കിതൊക്കെ ബോക്സിലേക്കൊക്കെ ആക്കി വെക്കാനുള്ള ഒരു എനർജി ഉണ്ടായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതെല്ലാം വെച്ച് നല്ല നഗക്ക വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഫ്രീസറിലേക്ക് വെക്കുകയായിട്ട് ചെയ്യാം, വേറെ വേറെ ബോക്സിലേക്ക് ആക്കിയിട്ട്. ഇത് പിറ്റേ ദിവസം രാവിലെ 10 മണിയാണ് കേട്ടോ. ഞാൻ എണീറ്റ് വരുന്ന ടൈമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ വന്നിട്ട് പിന്നെ നേരെ എൻ്റെ ഉറക്കമൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം കളി കാണാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അങ്ങനെ ഫ്രാൻസിൻ്റെ കളിയും അങ്ങനെ കളി കണ്ട് നമ്മൾ ഉറങ്ങിയപ്പോൾ 2:30-3 മണീൻ്റെ അടുത്തായിട്ടുണ്ട് ഏകദേശം. പിന്നെ രാവിലെ എണീറ്റ് സുബഹി നിസ്കരിച്ച് അപ്പോഴാണ് കിടന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോഴാണ് എണീക്കുന്നത് കേട്ടോ. ഇപ്പോൾ സമയം ഇത്രയല്ലോ, പിന്നെ ഇപ്പോൾ അതിലേക്ക് പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റഫീക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി തന്നെ നമുക്ക് രാവിലെ മീൻ പൊരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഒരു ബോക്സിൽ മീൻ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചില്ല. അപ്പോൾ രാവിലെ നമുക്ക് ക്ലീൻ ആക്കാൻ എളുപ്പമല്ലേ, അങ്ങനെ അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്രഷ് ഫിഷിൻ്റെ ടേസ്റ്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു നല്ലൊരു മസാലയും കൂടെ ഉണ്ടാക്കട്ടെ. ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ഇതൊക്കെ കൂടെ ചേർത്ത് മസാലയും, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കുറഞ്ഞ അളവിൽ പുളി വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസോ വിനാഗിരിയോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു പുളിപ്പ് വേണമെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആ ചെറിയ ഉള്ളീൻ്റെ ഒക്കെ ഒരു മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ മസാലയാക്കിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഫിഷ് ഫ്രൈ ചെയ്യില്ല, അപ്പോൾ കുറച്ച് മസാല ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. നല്ല വലിയ മതലാണ് കേട്ടോ, നിങ്ങൾ കണ്ടല്ലോ. വലുപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ അത് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. റഫീക്ക പറഞ്ഞ് ഫുൾ ലെങ്ത്തിൽ ഫ്രൈ ആക്കണം. ഫുൾ ലെങ്ത്തിൽ ഫ്രൈ ആക്കണമെങ്കിൽ ഞാൻ വേറെ ചട്ടി വാങ്ങിക്കൊണ്ടിരേണ്ടി വരും, കാരണം ഫ്രൈ ആക്കാൻ പറ്റിയ ചട്ടി ഇവിടെ ഇല്ല. അത്രയും വലുപ്പം ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ കാണുന്ന ആ ഒരു വലുപ്പം അല്ല ശരിക്കും കേട്ടോ, നല്ല മാംസം ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അത് സെൻറ്റർ കട്ട് ചെയ്തു. അപ്പോൾ എന്നിട്ടാണ് ഫ്രൈ ആക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതൊന്ന് പരക്കട്ടെ കേട്ടോ. എന്നിട്ട് നമ്മളെ ദോശേൻ്റെ കാര്യങ്ങളും റെഡിയാക്കാനുണ്ട്. ദോശ പിന്നെ നമ്മൾ ഈസി, നമ്മളെ എന്താ പറയുക, ദേശീയ ഭക്ഷണം ദോശയില്ലേ, നമ്മൾ അരിപ്പൊടി അരച്ചെടുത്തിട്ട് പച്ചരി വരെ ഇന്നലെ ഇടാൻ എനിക്ക് വെള്ളത്തിലിടാൻ തോന്നിയിട്ടില്ല കേട്ടോ, അത്രയും മടി ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പിന്നെ പൊടി ഉള്ളത് കൊണ്ട് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, പേടി ഉണ്ടായിട്ടില്ല. വേഗം അതങ്ങ് ചെയ്യുക എന്നുള്ളത് മൈൻഡിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഉറക്കം വരുമല്ലോ. പിന്നെ നമ്മൾ ആ ഉറക്കം എടുത്തിട്ടില്ലെങ്കിലില്ലേ, രാവിലെ ഇപ്പം നേരത്തെ എണീറ്റ് നമ്മൾ സാധാ പോലെ ചെയ്യുകയാണെങ്കിൽ കൂടിയിട്ട് ആ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും തലവേദന വരും, പിന്നെ മൊത്തത്തിൽ ടയർഡായിരിക്കും കേട്ടോ. പിറ്റേ ദിവസം നമുക്ക് നല്ല എനർജി ആയിട്ട് നമുക്ക് തുടങ്ങാൻ വേണ്ടി പറ്റില്ല. ആ ഒരു ദിവസമൊക്കെ നമ്മളിത് അലട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അന്നത്തെ ആ ഒരു ഉറക്കും കാര്യങ്ങളും ക്ഷീണം അന്ന് തന്നെ അങ്ങ് തീർക്കുകയാണെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞ് എണീക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു സമയം തൊട്ടിട്ട് ഞാൻ ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ കുറച്ച് വൈകിയാലും നമ്മൾ ഉറങ്ങുമായിരുന്നല്ലോ. അപ്പോൾ വേഗം പിന്നീടുള്ള സമയം നമ്മൾ വേഗം അങ്ങോട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ അങ്ങനെയാണ് കേട്ടോ, എനിക്കങ്ങനെ പറ്റലേ ഇല്ല. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക. പിന്നെ അത് എന്താ പറയുക, ആ ഒരു ക്ഷീണവും കാര്യം നമ്മൾ ക്ഷീണം വരുമ്പോൾ നമ്മൾ കിടക്കുക, നമ്മൾ ഉറങ്ങുകയൊക്കെ വേണം. അപ്പോൾ അത് റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മൾ സെറ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മളെ ദോശ, അതൊന്ന് അരിപ്പൊടിയും വെള്ളം കൂടെ മിക്സീൻ്റെ ജാറിൽ വെറുതെ ഒന്ന് കുറച്ച് സമയം ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് അരച്ചെടുത്തു. അതിലേക്ക് ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ലൂസാക്കിയിട്ടൊന്ന് കലക്കിയെടുക്കുക, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ മീനാവാനേ സമയമുള്ളൂ കേട്ടോ. ദോശ പെട്ടെന്നാവും, ഇപ്പോൾ ചൂടോടെ ഇങ്ങനെ കൊടുക്കാമല്ലോ, അങ്ങനെ വിചാരിച്ചു. അപ്പോൾ അത് നമ്മൾ മീൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
ഈ ഒരു മീനിൽ പൊരിക്കുന്ന മസാല ചെയ്യാത്തവർ ചെയ്ത് നോക്കിക്കോ, നല്ല ടേസ്റ്റാട്ടോ. ചോറിൻ്റെ കൂടെയും നല്ലതാണ്. മീനിൽ ഇങ്ങനെ മസാല ഇങ്ങനെ പൊതിഞ്ഞിരിക്കും. അങ്ങനെ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള മീനല്ല കേട്ടോ നമുക്ക് കിട്ടുക. നല്ല ടേസ്റ്റാണ്. പിന്നെ അപ്പം ഞാനിനി അതവിടെ റെഡി ആവുന്നുണ്ട്. നമ്മളെ ദോശയൊന്ന് റെഡിയാക്കട്ടെ. ഇന്ന് വലിയ പണികളിലേക്കൊന്നും ഞാൻ പോകില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മൾ ഇന്നലെ രാവിലെ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ മെഷീനിൽ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് ഞാൻ അത് ആറിട്ടിട്ടാണ് ഇവിടുന്ന് പോയത്. അതുകൊണ്ട് അർജൻറ്റ് അലക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അങ്ങനെ ഇന്ന് അലക്കൽ തുടക്കൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മുറ്റം അടിക്കണം, പിന്നെ അടിച്ചു വാരണം, ഒന്ന് ഒതുക്കി പെറുക്കി നമ്മൾ കൊണ്ടുപോയ സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ദിവസങ്ങൾ ആണെങ്കിലും ഒരു നേരത്തിനാണെങ്കിലും നമ്മൾ ട്രോളിയിൽ നിന്ന് നിറച്ച് സാധനം എടുക്കും. എല്ലാം നമ്മൾ സ്കിൻ കെയർ ആണെങ്കിലും, സ്കിൻ കെയർ മീൻസ് നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം മറ്റേത് അങ്ങനത്തെയൊക്കെ ഉണ്ടാവില്ല, അതെടുക്കും. അല്ലാത്ത നമ്മളെ എന്താ പറയുക ഡ്രസ്സ് കാര്യങ്ങൾ അതെടുക്കും. തിരിച്ച് വന്നിട്ട് അത് എടുത്തു വെക്കുകയും ചെയ്യും. ഇതാണ് കേട്ടോ സംഭവിക്കുക. കാര്യം നമുക്ക് ചിലപ്പോൾ അവിടെ നിന്ന് വേറെ എവിടേക്കെങ്കിലും പോകാൻ തോന്നും, റഫീഖാൻ്റെ ലീവിനനുസരിച്ച്. ഇല്ലെങ്കിൽ ചിലപ്പം പെട്ടെന്ന് വരാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറി മറിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് അറിയാം ഇത് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ അതിൽ സെറ്റാക്കി വെക്കുന്നതാണ് കേട്ടോ. എവിടെ പോവുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് എപ്പോഴും. ഒന്നുകിൽ ഞാൻ ചെയ്യും, തലേദിവസം ചെയ്തിട്ടുണ്ടാകും, അന്ന് എനിക്ക് എന്തോ വീഡിയോൻ്റെ വോയിസ് ഓവറോ എന്തോ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ എല്ലാം റഫീഖായിരുന്നു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ മാഷാഅല്ലാഹ് നമ്മളെല്ലായിടത്തും പോയി നല്ല അടിപൊളിയായി. ഒരു ദിവസം നല്ല അടിപൊളിയായി സ്പെൻഡ് ചെയ്തു, തിരിച്ചു വന്നു. ഇടയ്ക്ക് നമ്മൾ രണ്ടാളായിട്ടുള്ള യാത്ര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റഫീഖ കഴിച്ചോ? ഞാൻ പറഞ്ഞില്ലേ നമ്മൾ തമ്മിലുള്ള യാത്ര എന്ന്, അത് ഇടയ്ക്ക് നമ്മൾ എവിടെയെങ്കിലും പോയാലും ഒരു 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് ഒരു ഇതുപോലത്തെ ഒരു ലോങ് യാത്ര നമുക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്കും ഇഷ്ടമാണ്, റഫീഖക്കും അത് ഇഷ്ടമാണ്. കറക്റ്റ് ഒരു 2 ആഴ്ച ആകുമ്പോഴത്തേക്കും റഫീഖ പറയും, അല്ലെങ്കിൽ എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും, അപ്പോഴത്തേക്കും റഫീഖ പറയും നമുക്കിങ്ങനെ പോയാലോ, അല്ലെങ്കിൽ അവിടെ അങ്ങനെ പോയാലോ, എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ അത് നല്ല ഉഷാറായിട്ട് നമ്മൾ പോയി വരും ചെയ്യും. മാഷാഅല്ലാഹ് ഡ്യൂട്ടിയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണ്ടേ പോകാൻ. കാര്യം എപ്പോഴും നമുക്ക് ലീവ് എടുക്കാൻ വേണ്ടി പറ്റലും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഒരു ദിവസമോ 2 ദിവസമൊക്കെ നമുക്ക് അങ്ങനെ ഒരു മൈൻഡ് രണ്ടാൾക്കും വരലുണ്ട് കേട്ടോ. ശരിക്കും ഇത് ഒരാൾക്ക് ഒരാൾക്ക് അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ചടപ്പാവും ശരിക്കും. ഇതിപ്പോൾ രണ്ടാളും ആ കാര്യത്തിൽ രണ്ടാളും ഒരേ വൈബാണ് കേട്ടോ. രണ്ടാൾക്കും പോകണം, അത് ഇന്ന സ്ഥലം അങ്ങനെയൊന്നുമില്ല, അങ്ങ് പോയാൽ മതിയിട്ട് എന്തായാലും. ഇത് ഇന്നലെ അവിടുന്ന് തിരൂരടുത്ത് ഇവിടുന്ന് നമ്മൾ ബാബുവിൻ്റെ വീട്ടിലേക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയപ്പോൾ അവിടുന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നമ്മളെ നീലൻ മാങ്ങയില്ലേ, അത് ഇപ്പോൾ നല്ല മധുരമുള്ള മാങ്ങ കിട്ടും കേട്ടോ. നല്ല റേറ്റും കുറവാണ്. ഫ്രഷ് ആയിട്ടുള്ളത് വാങ്ങിയാൽ മതി. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു കേട്ടോ, ഈ ഒരു സമയത്ത് നമുക്ക് പൾപ്പൊക്കെ മാംഗോ പൾപ്പ് അല്ലെങ്കിൽ ഇത് തന്നെ നമുക്ക് കഷ്ണാക്കിയിട്ടൊക്കെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. സിബ്ലോ കവറിലോ നല്ല കവറിലോ എയർടൈറ്റ് ആയിട്ടൊക്കെ വെച്ചാൽ മതി കേട്ടോ. പിന്നെ മാങ്ങ ഇല്ലാത്ത സമയത്ത് നമുക്കിത് മാമ്പഴപ്പുളിശ്ശേരി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോഴും മാങ്ങ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഫ്രഷ് ആയിട്ട് നല്ല മധുരമുള്ളത്. അപ്പോൾ മുറ്റം അടിക്കട്ടെ കേട്ടോ. മൊത്തത്തിൽ വൈകിയില്ലേ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവിടെ നിന്ന് ഒതുക്കി പെറുക്കി ചെയ്തതിന് ശേഷം മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ പോകുന്നതിൻ്റെ തലേ ദിവസം മുറ്റടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുരങ്ങന്മാർ വന്നിട്ട് ഫുൾ അടയ്ക്കും എന്തെല്ലോ ചെയ്തിട്ട് ചട്ടിയൊക്കെ മറിച്ചിട്ട് മണ്ണ് ചാടിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് വൈകുന്നേരം അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് വല്ലാത്ത വൃത്തികേടില്ല. നമ്മളെ ഗേറ്റേ ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ മഴയൊക്കെ ആയപ്പോൾ.
ഈ വെള്ളം ഇരുമ്പല്ലേ, അപ്പോൾ വെള്ളം ആയിട്ട് മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ പിന്നെ മണൽ ഇങ്ങനെ പുറത്തുനിന്ന് തെറിക്കുമല്ലോ, മണ്ണ് മണലൊക്കെ. അപ്പം അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു അങ്ങനെ റഫീക്ക ഓയിലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു ടൈറ്റ് അത് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് തുറക്കാൻ പറ്റാത്ത ആ ഒരു രീതിയിലേക്ക് മാറൂലേ, അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ ലഞ്ച് ഉണ്ടാക്കിയിട്ട് എടുക്കട്ടെ. അപ്പം ഇന്ന് റഫീക്കും വീട്ടിലുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ വേറെ പണികളിലേക്കൊന്നും പോവാത്ത. ഒരു റിലാക്സിങ് ഡേ ആയിട്ട് തന്നെ ഇന്നത്തെ ദിവസത്തിന് അങ്ങ് മാറ്റി. ഹറിബറി ആയിട്ട് ഓരോ പണിയും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. പിന്നെ ഒരു സിമ്പിൾ ലഞ്ച്, നമ്മൾ യാത്രയൊക്കെ ചെയ്തതല്ലേ, അപ്പോൾ അതും കൂടെ ആക്കി എടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ വേറൊന്നുമില്ല, പരിപ്പും കുമ്പളങ്ങയും ഞാൻ അടുപ്പിൽ വെച്ചിട്ടാണ് ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് തേങ്ങയൊന്നും അരക്കുന്നില്ല, വെറുതെ നമ്മൾ വറവിട്ട് വയ്ക്കൂല അങ്ങനെ. പിന്നെ പച്ചക്കറി തീർന്നിട്ടുണ്ടായിരുന്നേ, കുറച്ച് ഒരു 5-6 ബീൻസും 2 കുഞ്ഞ് വഴുതന ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ ഇട്ടിട്ടൊരു ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്ക് രാവിലെ എടുത്തില്ലേ മീൻ, മാന്തൾ മീൻ, നമ്മളിവിടെ വരും പടമാന്തൾ എന്നൊക്കെ പറയാം. വലിയ മാന്തളുണ്ട്, മാന്തൾ, പടമാന്തൾ എന്നൊക്കെ. നിങ്ങളെ ഭാഗത്ത് നിങ്ങളെ അവിടെയൊക്കെ എന്താണ് അതിന് പേര് പറയാമെന്ന് പറയണം, അറിയാലോ ഓരോ സ്ഥലത്തും ഉള്ളത്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു അത് ഫുള്ളായിട്ട് രാവിലത്തേക്കേ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷേ ഒരു കഷ്ണം തന്നെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ഗ്രേവി ടൈപ്പ് മസാലയല്ലേ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇനിയും നമ്മൾ ഉച്ചക്കത്തേക്കുള്ളതും കൂടെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല, മീനുമ്പം ഇനി കളിക്കണ്ട. നമ്മൾ ഉപ്പേരി അതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. കറി ഒന്ന് വറവിട്ടെടുക്കട്ടെ, മീൻ ഫ്രൈ ചെയ്യാനും കൂടെ വെക്കണം കേട്ടോ. അപ്പം ഞാൻ ഇടയിൽ ഡ്രസ്സ് മാറിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് വേറൊന്നുമല്ല, ഞാൻ കുറേ ദിവസമായിട്ടുണ്ടാവും മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടും സ്ക്രബൊക്കെ ചെയ്തിട്ടും കുറേയായി. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു റിലാക്സിങ് മൂഡാണ് കേട്ടോ. അപ്പോൾ അത് ഫേസും കൂടെ ഒന്ന് നീറ്റാക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഒരു പാക്കൊക്കെ ഇട്ടിട്ട് ഒരു ഫേഷ്യലൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഡ്രസ്സ് മാറ്റിയിട്ട് ഇതിട്ടതാണ് കേട്ടോ. അതിലേക്ക് ഇങ്ങനെ കഴുത്തിൻ്റെ അവിടെയൊക്കെ ആവൂലേ, അപ്പം അതുകൊണ്ട് ഞാൻ കറിയും കൂടെ ഒന്ന് വറവിട്ടിട്ട് മീനും കൂടെ ഒന്ന് ഫ്രൈ ആക്കാൻ വെക്കട്ടെ കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് ഗ്യാപ്പ് കിട്ടിയില്ല. അതിനിടയിൽ റഫീക്ക പുളി കുരങ്ങന്മാർ തള്ളിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം അതെടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ആണുങ്ങളുണ്ടാകുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ വിചാരിച്ച പണിയിലേക്ക് നിൽക്കുമ്പോഴേക്കും അത് അവിടെ ഇത് ഇവിടെ ഇങ്ങനെ ഇട്ട് എടുക്ക്, അത് അങ്ങോട്ട് വെക്ക് എന്ന് പറയും. അപ്പോൾ നമ്മളെ പണി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരുള്ള സമയത്ത് പണികൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത്യാവശ്യമുള്ള പണി മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. പിറ്റേ ദിവസം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഇതാ ഞാൻ വിരലിൽ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ നാളായിട്ട് എനിക്ക് ഇടാനൊരു സമയം കിട്ടുന്നില്ല, പിന്നെ മടിയും. അപ്പോൾ അങ്ങനെ 2 തവണ ഇട്ടു. ഇനി 2 തവണ കൂടെ ഇടേണ്ടി വരും എന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാലേ ഡാർക്ക് ആവുള്ളൂ, നല്ലൊരു റെഡ് കളർ വരുള്ളൂ കേട്ടോ. അപ്പോൾ അതിടണം, ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ യാത്രയും സിയിലുള്ള യാത്രയും പിന്നെ നമ്മളിവിടുത്തെ കാലാവസ്ഥയും ഒക്കെ കൂടെ ആയിട്ട് എനിക്കൊരു ചെറിയൊരു അലർജി പ്രശ്നമുണ്ട് കേട്ടോ. മൂക്കടപ്പാണ് എനിക്കിതിൽ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മാഷാല്ലാ. അപ്പോൾ ചെറുതായിട്ടുണ്ട്. അപ്പോൾ അത് സംസാരത്തിലുണ്ടാവും, സോറി. അപ്പോൾ നമ്മൾ ഉപ്പേരി ഇതാ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് വഴുതന ഇങ്ങനെ കുഴയുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് വെന്താൽ മതി, അത്രയും ഇഷ്ടമുള്ളൂ. ഇങ്ങനെ കുഴയുന്നത് ഒരു വേറൊരു ടേസ്റ്റ് അല്ലേ. പക്ഷേ ഈ ഒരു ഇങ്ങനെ നിൽക്കാം കേട്ടോ, അങ്ങനെ വേറെ ഇങ്ങനെ നിൽക്കണം, എന്നാൽ വേവ് വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉപ്പേരി റെഡിയായി. കറിയും കറി കടുക്, കറിവേപ്പില, വെളുത്തുള്ളിയും കൂടെ എനിക്ക് വെളുത്തുള്ളീൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ് പരിപ്പ് കറിയിലൊക്കെ. അപ്പോൾ അതൊന്ന് റെഡിയാക്കിയിട്ട് എടുത്തു. അങ്ങനെ അവിടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുത്തു. നമ്മളെ ഇന്നത്തെ പണികളൊക്കെ അവസാനിപ്പിച്ചു. ഇനിയൊരു മാങ്ങ നല്ല കൊതിയോടുകൂടി വാങ്ങിയതാട്ടോ. പഴുത്ത മാങ്ങ തിന്നാൻ എന്തോ ഒരു കൊതി വന്ന് അങ്ങനെ മാങ്ങ ചെത്തി. അല്ലെങ്കിൽ സാധാരണ റഫീക്കാണ് കേട്ടോ ഇവിടെ മാങ്ങ എത്തുന്ന ആൾ, കഴിക്കുന്നത് ഞാനും. അങ്ങനെ ഇന്ന് ഞാൻ തന്നെ ചെത്തിയതാണ്. പക്ഷേ കണ്ടോ മാങ്ങേൻ്റെ ഉള്ളിലത്തെ അവസ്ഥ നോക്ക്. നമ്മൾ വീട്ടിൽ ഉണ്ടാകുന്ന മാങ്ങനെ വെറുതെ എന്തിനാ കുറ്റം പറയുന്നത്, കേടാന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന മാങ്ങക്കാട്ടെ ഈ ഒരു കേട്. കംപ്ലീറ്റ് ഒരു ഭാഗം കേട്. ഇനി അടുത്ത ഭാഗം നോക്കി നോക്കാം. ഇതെന്തോ ഭാഗ്യമുണ്ട് കേട്ടോ, ഒരു ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു ആഗ്രഹത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി റഫീക്കാനെ ഏൽപ്പിക്കട്ടെ ചെത്താൻ വേണ്ടി. എനിക്കിങ്ങനെ ഇതാവാൻ വയ്യ. അങ്ങനെ നമ്മൾ കറക്റ്റ് തൊലിയൊക്കെ ചെത്തി എടുത്തിട്ട് കേട് കാണുമ്പോഴുള്ളൊരു ദേഷ്യം വരുമുണ്ടല്ലോ. റഫീക്കാക്ക് പിന്നെ അതിലൊക്കെ നല്ല ക്ഷമയാണ്. മധുരം ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല, നല്ല മധുരം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അവർക്കും കൂടെ കൊടുക്കട്ടെ കേട്ടോ, അവർക്ക് രണ്ടാക്കും.
അപ്പോൾ നമ്മളെ ഗിവ് വിന്നറിനെ അനൗൺസ് ചെയ്യാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്രസീൽ പോയി, പോർച്ചുഗൽ പോയി, ഇനിയിപ്പോൾ അർജൻറ്റീന ഉണ്ട്, സ്പെയിൻ ഉണ്ട്. അത് പറഞ്ഞവർക്ക് ഉണ്ടാവും. കുറേ പേര് അർജൻറ്റീന പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരാണ് വിൻ ചെയ്യുക എന്നൊക്കെ. എന്നിട്ട് നമുക്ക് നറുക്കിട്ട് എടുക്കണ്ടേ അങ്ങനെ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ ഒന്നൊരു ചെറിയൊരു ഫേഷ്യലും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടാ. ഫേസ് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഞാനൊന്ന് ആവി കൊണ്ടിട്ടുണ്ടായിരുന്നു. ഇനി പെട്ടെന്ന് തന്നെ ഒരു സ്ക്രബ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു തക്കാളി ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തതാണ് കേട്ടോ. എനിക്ക് തക്കാളി പൾപ്പ് ഫേസിന് നന്നായിട്ട് പറ്റുമേ, നല്ല സ്യൂട്ടാവും. അപ്പോൾ നമുക്ക് എന്താണോ പറ്റുന്നത് അതെടുക്കാം കേട്ടോ. ഇനി അതല്ലെങ്കിൽ തൈര് എടുക്കുക, പപ്പായ എടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫേസിന് പറ്റുന്നത് എടുക്കാം കേട്ടോ. ഇപ്പോൾ തക്കാളിയിൽ ഞാൻ കുറച്ച് തക്കാളി പേസ്റ്റിൽ കുറച്ച് കോഫി പൗഡർ, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്സ് ഇടുക, അല്ലെങ്കിൽ എന്താ പറയുക അരിപ്പൊടി, ചെറിയ തരിയുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തെടുത്തു ഒരു 2 മിനിറ്റ്. എന്നിട്ട് അതൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഒന്ന് പോയിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് ഫോഴ്സൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തക്കാളി നീരെടുത്തിട്ട് ഫേസിൽ 2 മിനിറ്റ് ഒന്ന് മസാജ് കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകിയതിന് ശേഷം ഒരു പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് തേൻ എടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ തേൻ എടുത്തു. അതിലേക്ക് കുറച്ച് തക്കാളി നീര്, പിന്നെ ഞാൻ കുറച്ച് റാഗി പൗഡറാണ് ഇട്ട് കൊടുത്തത്. റാഗി പൗഡറോ ഗോതമ്പ് പൊടിയോ കടലപ്പൊടിയോ അരിപ്പൊടിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഇനിയിപ്പോൾ ഹണിയും തക്കാളിയും മാത്രമാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം കേട്ടോ. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ അതിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് ഡ്രൈ ആയി വന്നപ്പോൾ ഫേസൊക്കെ ഒന്ന് കഴുകി കളയാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ ഈ ലാസ്റ്റ്. കാരണം നമ്മൾ സ്ക്രബൊക്കെ ചെയ്താൽ നമ്മുടെ ഫേസ് നല്ല സ്മൂത്ത്, നല്ല ഗ്ലോ ആവും കേട്ടോ. അപ്പോൾ ഇത് കഴുകുമ്പോൾ ശരിക്കും നമുക്കത് ഫീൽ ചെയ്യും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു പാക്ക് ഇടുക, ഒരു സ്ക്രബൊക്കെ കൊടുത്താൽ നല്ലതാണ് കേട്ടോ. എത്ര ടൈമിലും ഞാൻ കുറേ നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു സുഖമുണ്ട് മനസ്സിനൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകിക്കളയട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും എന്തായാലും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നത്, മൈലാഞ്ചി ഇടുന്നത്, പറയുന്നതൊക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ ചിലപ്പം എന്നെപ്പോലെ മടി പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മോട്ടിവേഷനായിട്ട് നിങ്ങൾ വേഗം പോയിട്ട് അത് ചെയ്യും. അല്ലെങ്കിൽ ഫേസ് ഒന്ന് റെഡിയാക്കട്ടെ, ഒന്ന് സെറ്റാകട്ടെ, ഞാനൊന്ന് സുന്ദരിയാവട്ടെ എന്നൊക്കെ തോന്നുമല്ലോ നമ്മൾ മനസ്സിന്. അങ്ങനെ തോന്നാൻ വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ. അപ്പോൾ അത് തോന്നിയെന്ന് വിചാരിക്കുന്നത്, വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീം നമുക്ക് പറ്റുന്നത് ഇടണം കേട്ടോ, അത് മറന്നു പോകണ്ട.